ആ സുഹൃത്തുക്കളെ, നമുക്കിന്ന് പ്രഷർ, പ്രമേഹം, ക്രിയാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ക്രിയാറ്റിൻ തന്നെ ആളുകൾക്ക് അറിയില്ല. നമ്മൾ ഈ രോമകൂപങ്ങളിലൂടെയാണ് ഇതൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്ന സംഗതികൾ. പഴയ കാലത്ത് നമ്മളുടെ ചികിത്സകൾ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അടി നോക്കും, കയ്യിൻ്റെ വിരലുകൾ നോക്കും, കണ്ണിൻ്റെ ഭാഗം നോക്കും, കാലിൻ്റെ നഖങ്ങൾ നോക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ചികിത്സ നിർദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞാൽ ആ അസുഖത്തിൻ്റെ ഒരു മരുന്ന് കാണാതെ പഠിച്ചിട്ടുണ്ടാവും, അത് എഴുതി തരും, അത് കുടിക്കും. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മളുടെ ഇന്ത്യയുടെ ഒരു പൈതൃകമല്ല. ഇന്ത്യയുടെ പൈതൃകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഈ മനുഷ്യൻ്റെ ശരീരത്തിനെ നോക്കിയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ വാരി തേക്കുമ്പോൾ മുഖത്തും കയ്യിലൊക്കെ തേച്ച് കൊണ്ടിരിക്കുമ്പോൾ അമിതമായിട്ട് വരുമ്പോൾ ഈ രോമകൂപങ്ങൾ കൂടി പല സംഭവം നടക്കുന്നുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ കിട്ടുന്നതാണ്. പക്ഷേ ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ സി നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒന്നിനോട് പൊരുത്തപ്പെട്ടിട്ടാണ് ഇന്ന് ട്രീറ്റ്മെൻറ്റുകൾ കിടക്കുന്നത്. പുതിയ യുഗത്തിലുള്ള കുട്ടികൾക്കൊക്കെ കുറേ ഡിഗ്രി എടുത്ത് വരിക എന്നല്ലാണ്ട് ഇതിനെക്കുറിച്ചിട്ട് ശരിക്കുള്ളൊരു പഠനം കിട്ടുന്നില്ല. നമ്മളെ പഴയ പൈതൃകമായിരുന്നു നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഉഴിച്ചിലുമായി ബന്ധപ്പെട്ട് പോകനക്കലൊക്കെ വരുമ്പോൾ ശരീരത്തിൻ്റെ കുറേ ഭാഗങ്ങളിൽ നമ്മളുടെ ഈ ഒരു വെള്ളം പോകുന്നൊരു അഴുക്കുചാലി എങ്ങനെയാണോ നമ്മൾ അത് വൃത്തിയാക്കുന്നത്, അതേപോലെയാണ് ശരീരത്തിൽ നമ്മൾ ഈ ഉഴിച്ചിലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മൾ വേദന എന്ന് പറയുമ്പോൾ ബ്ലഡ് പോകണില്ലെങ്കിൽ ആ ബ്ലഡ് പോകണം അവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വേദന എന്ന് പറയുമ്പോൾ വേഗം വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കണം. അതുകൊണ്ട് വേദന അവിടെ നിൽക്കും, പക്ഷെ അസുഖം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് നമ്മൾ പഴയ കാലത്തെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് ഔഷധ സമിതിക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.